പൾസർ സുനി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് റിപ്പോർട്ട്. പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ ഹോട്ടലിൽ അതിക്രമം നടത്തിയത് വ്യക്തമാക്കിയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഭക്ഷണം വൈകിയതിന്റെ പേരിൽ കുറുപ്പംപടിയിലെ ഹോട്ടലിൽ സുനി അതിക്രമം നടത്തിയിരുന്നു. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ബിനിൽ, കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ആക്രമിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ പറയുന്നു അതിൽ? അഭിലാഷ്, കുറുപ്പംപടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. നേരത്തെ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകിയപ്പോൾ മറ്റൊരു കേസിലും ഉൾപ്പെടരുത് എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആ ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിച്ചതും അതിന്റെ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയതും വിചാരണ കോടതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോടതിയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ ആവശ്യം അടിയന്തരമായി പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നതാണ്. വർഷങ്ങൾ ജയിലിൽ കിടന്ന ശേഷമാണ് പൾസർ സുനിക്ക് സുപ്രീം കോടതി ഈ വിചാരണ നീണ്ടുപോകുന്ന കാരണം ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യത്തിനിടയിലാണ് കുറുപ്പംപടിയിലെ ഹോട്ടലിൽ കയ്യാങ്കളി ഉണ്ടാകുകയും അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ പൾസർ സുനി ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വരേണ്ടത് വിചാരണ കോടതിയിൽ നിന്നാണ്. പൾസർ സുനി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥ ലംഘനം ചൂണ്ടിക്കാട്ടി ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് ആവശ്യം. അക്കാര്യത്തിൽ എന്ത് തീരുമാനം വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം.